ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ എറിൻ അവനാണെങ്കിൽ ആ ഒരു വലിയ ടൈറ്റനായതിനു ശേഷം ഇപ്പൊ വിളിച്ചു പറയും, ഡൈസ് ഐലാൻഡിന് പുറത്തുള്ള എല്ലാ ഐലാൻഡുകളും എല്ലാ മനുഷ്യരെയും ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. അതിനാണ് ഇത്രയും ടൈറ്റൻസിനെ ഞാനിപ്പോ ഒത്തുചേർത്തിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഒരു പാരഡൈസ് ഐലാൻഡിന് പുറമേ ആയിട്ട് ജീവിക്കുന്ന ബാക്കിയുള്ള ഐലാൻഡുകൾ കാണിക്കും. അവിടെയെല്ലാം ഇപ്പോ എറിന്റെ ആ ശബ്ദം അതങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. അവരെല്ലാവരും ആ സത്യം തിരിച്ചറിയും. ടൈറ്റൻസ് അവരെ ആക്രമിക്കാൻ അവിടേക്ക് വരാൻ പോവുകയാണെന്ന്. ഇതാ ഇവിടെ റെയ്നറിനെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് പരുക്കുകൾ പറ്റി നിലത്ത് വീണ് കിടക്കുകയാണ്. അവൻ കഷ്ടപ്പെട്ട് ഗ്യാബിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനിടയിൽ അവന് പരുക്കുകൾ സംഭവിച്ചു. ഗ്യാബി ആണെങ്കിൽ കോയെ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. കാരണം അവനിപ്പോ ടൈറ്റനെ ഭക്ഷിച്ചതുകൊണ്ട് തന്നെ നോർമലായി മാറിയിരിക്കും. അവിടെ എവിടെയോ ഫാൽക്കോ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അവനെ അന്വേഷിക്കുകയാണ്. ഡിന്നറാണെങ്കിൽ അവളോട് പറയും, അവനിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റനായി മാറിയിരിക്കുന്നത്. അവന്റെ ബ്രെയിനിൽ ഇപ്പോ കുറച്ച് കറക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായാലും ആ കോണിയും ചിന്നും അവനെ വെറുതെ വിടില്ല. അവർ അവനെ കൊണ്ടുപോയിട്ടുണ്ടാവും പറയും. അത് കേട്ട് അവൾ ഷോക്കാവും. ഫാൽക്കോയും ആ പ്രധാനപ്പെട്ട 9 ടൈറ്റൻസിൽ ഒരാളാണെന്ന് പറയും. അവനത് പറയുന്ന അതേ സമയം തന്നെ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം കൂടെ അവന്റെ ബോഡിയിൽ വന്ന് അടിച്ച് ഒരുപാട് പരുക്കൾ സംഭവിച്ച് അവൻ താഴേക്ക് വീഴും. ഇന്നറിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എയറിനെ തോൽപ്പിക്കാനോ അവനെ പിടിച്ചു നിർത്താനോ കഴിഞ്ഞില്ല. അവൻ ഈ ലോകത്ത് നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറയും. അത് കേട്ട് ഗ്യാബി ഷോക്കാവും. പിന്നീട് അവർ സേഫായി ഒരു വീട്ടിലേക്ക് വരും. റെയ്നർ ആണെങ്കിൽ ഇപ്പൊ ഗ്യാബിയോട് പീക്കിനെയും കൂട്ടരെയും കൂട്ടിക്കൊണ്ട് സൗത്ത് സൈഡിലുള്ള ആ എയർഷിപ്പിൽ കയറി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയും. പക്ഷെ അവളാണെങ്കിൽ അതിന് തയ്യാറാവില്ല. ഗ്യാബി ആണെങ്കിൽ ഭയത്തോടു കൂടെ റെയ്നറിനോട് ചോദിക്കും, അവൻ എല്ലാവരെയും ഇല്ലാതാക്കുവോ? എന്റെ പാരന്റ്സിനെയും എന്റെ സിബ്ലിങ്സിനെയും എല്ലാം അവൻ നശിപ്പിക്കുവോ? അതിന് റെയ്നർ പറയും, ഉറപ്പായാലും അവരത് ചെയ്യും. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. എന്ത് പ്രയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് എറിനെ അവനെ കൊല്ലണം, അവനെ ഇല്ലാതാക്കണമെന്ന് പറയും. അതിന് റെയ്നർ പറയും, പ്ലീസ്, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിരിക്കുകയാണ്. അവൻ ആ ഫൗണ്ടൈൻ ടൈറ്റന്റെ പവർ കിട്ടിക്കഴിഞ്ഞു. എല്ലാ ടൈറ്റനെയും അവന് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം ദൂരം ഓടി രക്ഷപ്പെടാമോ അത്രയും ദൂരം ഓടുക എന്നത് മാത്രമാണ്. ആബിക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനും ദേഷ്യവും ഒക്കെ 10 മടങ്ങാവും. അവളാണെങ്കിൽ മുടിയൊക്കെ കെട്ടി എന്തൊക്കെ സംഭവിച്ചാലും ഫാൽക്കോയെ അവൻ ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞ് ഇപ്പൊ അതിനുവേണ്ടി തയ്യാറെടുക്കും. മുൻപായിട്ട് അവളാണെങ്കിൽ റെയ്നറിന് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും അവിടുന്ന് പോവുക. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ റെയ്നറിന് ഒരു ബെറ്റർ റിക്കവറി അത് കിട്ടൂ. കട്ട് ചെയ്ത മിക്കാസിയാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഭയന്നിരിക്കുകയാണ്. എറിൻ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ലോകം മുഴുവനുള്ളവരെല്ലാവരും വിചാരിച്ചത് പാരഡൈസ് ഐലാൻഡ് ഒരു ഡെവിൾ നേഷൻ ആണെന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ടത്. പക്ഷെ എറിൻ ഇപ്പോ അതൊരു ഡെവിൾ നേഷൻ ആണെന്ന് എല്ലാവരുടെയും മുൻപിൽ തെളിയിക്കാൻ പോവുകയാണ്, ഈ ലോകത്ത് മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ പരസ്പരം പറയും. ആണെങ്കിൽ ആ ഫാൽക്കോയെ അവിടേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. അവന്റെ വായിൽ പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ച് അവൻ ടൈറ്റനായി മാറിയാലും അവരെ കടിക്കാതിരിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കും. ആണെങ്കിൽ ഇത്രയും കാലവും വാളിന്റെ അകത്തുണ്ടായിരുന്ന ടൈറ്റൻസിനെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രമല്ല നമ്മളെല്ലാവരും അപകടത്തിൽ പോയി ചാടാതിരിക്കാനാണ് അവൻ വേണമെന്ന് വെച്ച് നമ്മളെ വെറുപ്പിച്ച് മാറ്റി നിർത്തിയത്. ഇതിനാണെങ്കിൽ ചുറ്റും നോക്കും, ആ ഒരു ടൈറ്റൻസ് മാർലിയൻസിനെ എല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സോൾജേഴ്സുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എത്രയും വേഗം നമുക്ക് അവരെ തടയണമെന്ന് പറയും. ഉടനെ ഫാൽക്കോയെ ചൂണ്ടിക്കാണിച്ച് അവനെ എന്ത് ചെയ്യണം ചോദിക്കും. ബാക്കിയുള്ളവർ പറയും, അവനെ വെറുതെ വിടാൻ പാടില്ല, നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും കൊണ്ട് അവനെ കഴിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ പവർ നമ്മുടെ ആൾക്കാർക്ക് കിട്ടുമെന്ന് പറയും. പക്ഷെ അർമിനാണെങ്കിൽ നമ്മൾ എടുത്തു ചാടിയ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാടില്ല എന്ന് അവരോട് പറയും. പിന്നെ കോണിയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. എന്റെ അമ്മ ഒരുപാട് കാലമായി ടൈറ്റനായി ബുദ്ധിമുട്ടുകയാണ്. ഇവനെ എന്റെ അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നിനക്കൊരിക്കൽ ആ ബർണോൾഡിനെ കഴിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നിനക്ക് ഈ പവറും തിരികെ ലൈഫിലേക്ക് വരാനും കഴിഞ്ഞത്. സോ ഒരിക്കലും എന്റെ കാര്യത്തിൽ നീ സെൽഫിഷായി ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടും. അവരങ്ങനെ പറയുന്ന അതേ സമയം തന്നെ ഒരു ടൈറ്റൻ ആണെങ്കിൽ ആ ബിൽഡിംഗ് തകർത്ത് താഴെ ഇടുകയാണ്. ആ ഗ്യാപ്പിൽ കോണിയാണെങ്കിൽ ഫാൽക്കോയും പൊക്കിയെടുത്ത് അവന്റെ അമ്മയെ ലക്ഷ്യമാക്കി ഓടും. അവിടെ ടൈറ്റൻസ് ആണെങ്കിൽ സോൾജേഴ്സിന്റെ എല്ലാം നേരെ തിരിഞ്ഞ് അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇതിന് ടീമാണെങ്കിൽ ഒരുപാട് ടൈറ്റൻസിനെ കണ്ട് ഷോക്കാവുകയാണ്. സീക്കാണ് അവരെല്ലാവരെയും ക്രിയേറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് അവനെ കൊണ്ട് ഇവറ്റകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതെന്ന് അവൾ ഒരു സെക്കൻഡ് ചിന്തിക്കും. അവൾക്ക് എന്ന കാര്യങ്ങൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഭാഗത്ത് പുതിയ റിക്രൂട്ട്സുകളെ ഇപ്പൊ ടൈറ്റൻസ് അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടിക്കുകയാണ്. ഇവിടെ സാക്ഷിയുടെ പാരന്റ്സ് ആണെങ്കിൽ ഒരു ടൈറ്റനെ കണ്ട് ഭയന്ന് ഉഷാറായിട്ട് ചാടി ഓടും. ആണെങ്കിൽ അതിനെ തിരിഞ്ഞു നോക്കും. അവൾ കാല് തട്ടി അങ്ങനെ തെറിച്ച് താഴേക്ക് വീഴുകയാണ്. സാഷയുടെ പപ്പയാണെങ്കിൽ ഭയന്ന് നിലവിളിക്കും. ആ സമയം പിക്കലോ ആണെങ്കിൽ അവളെ സേവ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും അവളുടെ മുൻപിലേക്ക് ഒരു ടൈറ്റൻ അങ്ങനെ പാഞ്ഞു വരുവാണ്. അവളാണെങ്കിൽ ഭയന്ന് നിലവിളിക്കും. ആ സമയം ഗ്യാബി ആണെങ്കിൽ ആന്റി ടൈറ്റൻ ഉപയോഗിച്ച് അതിന്റെ കഴുത്തിൽ അങ്ങനെ കുത്തിയിറക്കും. അലിയടങ്ങാതെ ഗ്യാബി ആണെങ്കിൽ വീണ്ടും അതിനെ ആ വെപ്പൻ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാണ്. ഉടനെ ചോര തുളുമ്പി അവളങ്ങനെ ടെററായിട്ട് അതിനെ നോക്കി നിൽക്കും. പിന്നെ കയയുടെ ഫാമിലി ആണെങ്കിൽ അവളെ അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. നിക്കലോ ആണെങ്കിൽ ഷോക്കായിട്ട് ഗ്യാബിയോട് ചോദിക്കും, നിന്റെ ആൾക്കാർ വന്നിട്ടും നീ എന്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നില്ല? ഇതിന് അവള് പറയും, എനിക്ക് ഫാൽക്കോയെ രക്ഷിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ പോവാതെ ഇവിടേക്ക് വന്നതെന്ന് പറയും. ഉടനെ സോൾജേഴ്സ് ആണെങ്കിൽ അവിടേക്ക് എത്തി ഗ്യാബിയോട്, നീ ആരാണ്?
കയ്യിലുള്ള വെപ്പൻ അത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കും. അവൾക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ സമയം സോൾജേഴ്സ് ആണെങ്കിൽ തിരിച്ചറിയും, നീയല്ലേ അത് ആ മാർലിയൻസ് ടീമിൽ നിന്ന് ഇവിടേക്ക് വന്ന പെൺകുട്ടി ഗ്യാബി. അതിന് കയയാണെങ്കിൽ വിളിച്ചു പറയും, അയ്യോ അല്ല അല്ല, അവൾ ഞങ്ങളുടെ റിലേറ്റീവ് ആണ്, അവൾ മാർലിയൻ ടീമിലെ ഗ്യാബി അല്ല. ഒരിക്കലും ആണെങ്കിൽ ആ ഗൺ പിടിച്ചു മേടിക്കും, ഞാനാണ് ആ ടൈറ്റിനെ കൊന്നത്, ഞാൻ ഇതിനു മുൻപ് മാർലിയൻസിന്റെ പ്രിസണർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വെപ്പൻ ഉപയോഗിക്കാൻ അറിയാം. അതിനുശേഷം സാക്ഷിയുടെ പപ്പയാണെങ്കിൽ അവരെ സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആ സോൾജേഴ്സിനോട് ആവശ്യപ്പെടും. പിന്നീട് അവളോട് പറയും, നീ ഇവിടുന്ന് നിന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നതുവരെ ആരാണെന്നുള്ള കാര്യം ആരും അറിയാനായിട്ട് പാടില്ല. നിന്റെ ഫ്രണ്ടിനെ കണ്ടെത്തിയ ഉടൻ തന്നെ നീ ഇവിടുന്ന് സേഫായിട്ട് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയും. അവൾക്കാണെങ്കിൽ അത് കേട്ട് എന്തു പറയണമെന്ന് അറിയില്ല. ഒരുപാട് വിഷമവും സന്തോഷവും. ഗ്യാബി ആണെങ്കിൽ കയയോട് നിങ്ങൾ എന്തിനാ എന്റെ ജീവൻ രക്ഷിക്കുന്നതെന്ന് ചോദിക്കും. അതിന് കയയാണെങ്കിൽ തിരികെ ചോദിക്കും, നീ എന്തിനാ ടൈറ്റിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്? അതിന് അവള് പറയും, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, ഞാൻ ചെയ്തു. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ന്യൂ റിക്രൂട്ട്സിനെ കാണിക്കും. അതായത് അവരുടെ മാസ്റ്ററിനെ തന്നെ അറഞ്ചും പുറഞ്ചും ഇടിച്ച ആ ഒരു ടീമിനെ. അതിലൊരുത്തനെയാണെങ്കിൽ ഒരു ടൈറ്റൻ അങ്ങനെ പിടിച്ച് കഴിക്കാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല. അവന്റെ കൂടെയുള്ളവർക്കാണെങ്കിൽ അവനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നും അറിയില്ല. അവൻ നിസ്സഹായനായി വിളിച്ചു കാറും. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് അവർ ഇടിച്ച് പഞ്ചറാക്കിയ മോട്ടോർ ട്രെയിനർ ആള് തന്നെ അവിടേക്ക് വന്ന് ആ ഒരു ടൈറ്റനെ വെട്ടി താഴേക്കിടുകയാണ്. ബോയ്സ്, ഞാൻ നിങ്ങൾക്ക് ടൈറ്റൻസിനെ കണ്ടാൽ പേടിച്ചോടാനല്ല ട്രെയിനിങ് തന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഴയ എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ട്, അതുപയോഗിച്ച് എന്നോടൊപ്പം വരാനായിട്ട് പറയും. അവർക്കാണെങ്കിൽ കുറ്റബോധവും അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യാനുള്ള ആർജവും തോന്നും. ഇവിടെ എലനെയാണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഒരു വലിയ ടൈറ്റനാണെങ്കിൽ അവളെ വിഴുങ്ങാൻ അവളുടെ നേർക്ക് വരും. അവൾ കോടണോ നിൽക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ആ സമയത്ത് മിക്കാസയാണെങ്കിൽ ഞൊട്ടിയടയിൽ അവിടേക്ക് എത്തി അതിനെ വെട്ടിയെറിയും. അതിനുശേഷം അവിടെയുള്ള ജീവനുള്ള ജനങ്ങളോട് അവരോടെല്ലാവരോടും മുകളിലേക്ക് കയറാനായിട്ട് പറയും. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ഈ ടൈറ്റൻസിനെ നശിപ്പിക്കാം. അവൾ ആരെങ്കിലും തണ്ടർ സ്പിയർ കണ്ടെത്തുകയാണെങ്കിൽ അതപ്പോൾ തന്നെ എന്നെ ഏൽപ്പിക്കണമെന്നും അവൾ അവരോട് പറയും. അങ്ങനെ അവൾ പറഞ്ഞതനുസരിച്ച് എല്ലാവരും തണ്ടർ സ്പിയറുമായിട്ട് മുകളിലേക്ക് കയറി താഴേക്ക് എടുത്തു ചാടി ആ വെപ്പൻസ് ഉപയോഗിച്ച് അവറ്റകളെ തകർക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കുറച്ച് സോൾജേഴ്സ് എല്ലാവരും ചേർന്ന് ഇപ്പോ കൂട്ടത്തോടുകൂടെ കുറെ ടൈറ്റൻസിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഒറ്റയടിക്ക് അവറ്റകൾ തകർക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ താഴേക്ക് നോക്കും. അപ്പോ മൊട്ട കമാൻഡർ പിക്സസ് അദ്ദേഹവും ടൈറ്റനായി മാറിയത് അവർ കാണുകയാണ്. ഒരു സെക്കൻഡ് അവരിപ്പോഴാണെങ്കിൽ ഫ്ലാഷ് ബാക്കിലുള്ള കമാൻഡർ പിക്സസിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ടെന്ന് അവർ പരസ്പരം പറയും. അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ടൈറ്റൻസിനൊക്കെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. പക്ഷെ ദൂരത്തായിട്ട് ആ റംബ്ലിംഗ് ആണെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ അത് നോക്കി നിൽക്കും. ആ സമയത്ത് തലയിൽ പരുക്ക് പറ്റിയ ഫ്ലോക്കിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവനാണെങ്കിൽ ജീനോട് പറയും, വാവ്, ഫ്യൂ ടൈറ്റൻസിനെ എല്ലാം തന്നെ നിങ്ങൾ തല്ലിക്കൊന്നുവല്ലേ, പക്ഷെ നീ മരിക്കാത്തതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു പറയും. കട്ട് ചെയ്ത ഇവിടെ എലനെ കാണിക്കും. അവളാണെങ്കിൽ വല്ലാതെ സാഡായിട്ട് തല താഴ്ത്തിയിരിക്കുകയാണ്. അവളാണെങ്കിൽ എറിന്റെ ബ്രദർ അവൻ പറഞ്ഞത് പ്രകാരമായിരിക്കും ആ പ്ലാൻ വർക്കൗട്ട് ആവുക എന്നാണ് കരുതിയത്. പക്ഷെ ഒടുവിൽ എറിനെല്ലാം തന്നെ മാറ്റിമറിച്ചു. ഇവിടെ ഫ്ലോക്ക് പയ്യനാണെങ്കിൽ തലയ്ക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യും. നിന്റെ ആൾക്കാരെ എല്ലാവരെയും വിളിക്ക്, അവരെത്രയും വേഗം സെല്ലിൽ ലോക്ക് ചെയ്യണമെന്ന് അവൻ പറയും. ജീനാണെങ്കിൽ അത് കണ്ട് അത്ഭുതപ്പെടും. പക്ഷെ അവൾക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല. മറ്റൊരു ഭാഗത്ത് മിക്കാസയും അർമിനും ആണെങ്കിൽ ഇപ്പൊ സാഷയുടെ പാരന്റ്സിനെ കാണും. അവരാണെങ്കിൽ മിക്കാസയുടെ പാരന്റ്സിനെയും ബാക്കിയുള്ളവരെ സേഫായി അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും. അപ്പോഴായിരിക്കും അവർ ഗ്യാബിയെ ശ്രദ്ധിക്കുക. ഞാൻ എന്റെ ബ്രദർ ഫാൽക്കോയെ അന്വേഷിച്ചു വന്നതാണ്, ഞാൻ എന്റെ ഫ്രണ്ട് ഫാൽക്കോയെ അവനെ അന്വേഷിച്ചു വന്നതാണ്, അവനെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളാം. ഉടനെ അവരാണെങ്കിൽ വേറെ വഴിയില്ലാതെ സത്യം അവളോട് പറയും. അവനെ കോണി അവന്റെ അമ്മയെ കൊണ്ട് ഭക്ഷിപ്പിക്കാനായിട്ട് ഇപ്പോ അവന്റെ അമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അത് കേട്ട് അവൾ ഞെട്ടും. അവളാണെങ്കിൽ ഇപ്പൊ അവരോട് കെഞ്ചും, ദയവ് ചെയ്ത് എന്റെ ഫാൽക്കോയെ മാത്രം, അവനെ മാത്രം എനിക്ക് തിരികെ തായോ. നിങ്ങളുടെ ഫ്രണ്ട് എറിൻ വിചാരിച്ചാല് ടൈറ്റനായി മാറിയവരെല്ലാം നോർമലാക്കാൻ കഴിയില്ലെന്ന് ചോദിക്കും. അതിന് അർമ്മയും പറയും, അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയും. അവളാണെങ്കിൽ നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റെയ്നറിന്റെ ആർമർ പോലും അദ്ദേഹത്തെ വിട്ട് താഴെ പോയിരിക്കുകയാണ്. അത് കേട്ട് ആർമിൻ ഞെട്ടും. റെയ്നറിന്റെ ആർമർ അതവൻ നഷ്ടപ്പെട്ടു പോയെന്നോ? നീ എന്താ ഈ പറയണേ? അവനിപ്പോ എവിടെയുണ്ട്? അവൻ എന്തെങ്കിലും പരിക്ക് പറ്റിയോ? അതിനവൾ പറയും, ആ ഒരു വലിയ മതില് അത് അദ്ദേഹത്തിന്റെ ദേഹത്തേക്കാണ് തകർന്നു വീണത്. ആർമിനാണെങ്കിൽ പിടികിട്ടും, ഹാർണിംഗ് പവർ അത് എറിൻ അൺഡു ചെയ്തു കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് റെയ്നർ ആ ഒരു ഹാർണിംഗ് പവറിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ബേസ്മെന്റില് ഇപ്പൊ ആനിയെ കാണിക്കും. ആ ഒരു ഹാർണിംഗ് തകർന്ന് അവളും ഇപ്പൊ പുറത്തേക്ക് വന്ന് വീട് കിടക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.